അന്തരിച്ച പാവക്കടയിലെ പാവകളെല്ലാം കുഞ്ഞുങ്ങളുടെ വിരലുകളിൽ തൂങ്ങി പല വഴിക്കും പോകുന്നു. തന്നെ മാത്രം ആർക്കും വേണ്ട. എന്താ തന്നെ മാത്രം ആർക്കും വേണ്ടാത്തത്? കടയിൽ ഒറ്റപ്പെട്ടിരുന്ന ചേക്കുട്ടിപ്പാവ ആലോചിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചെറുശ്ശേരി പുരസ്കാരം, പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച വീരാൻകുട്ടി സർ രചിച്ച് റോണി ദേവസ്യ ചിത്രീകരണം ചെയ്തതുമായ പറന്നു പറന്ന് ചേക്കുട്ടിപ്പാവ എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ചേറുള്ള ചേലയുടുപ്പാണേ, ചേലു കുറഞ്ഞ ഉടുപ്പാണേ, ചേക്കുട്ടിപ്പാവ എനിക്ക് വേണ്ട. ഒരു കുട്ടി പറഞ്ഞു. ചേലുള്ള കൈയില്ല, സ്വർണ്ണ മുടിയില്ല, ഈ ചെറുപാവയെ എനിക്ക് വേണ്ട. മറ്റൊരു കുട്ടി മുഖം തിരിച്ചു. അപ്പോഴതാ ഒരു കുട്ടി തന്നെ നോക്കി ചിരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ എന്നാണ് ആ കൊച്ചു പയ്യൻ്റെ പേര്. ചേക്കുട്ടിപ്പാവ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ അന്ധതയിൽ ഒരു മുറിയിൽ തന്നെ അടഞ്ഞുകിടന്ന ഉണ്ണിക്കുട്ടന് ജീവിതം എന്താണെന്നുള്ള പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു തകർപ്പൻ കഥയാണ് ഈ പുസ്തകം. അങ്ങനെ ആ ചിറകുകളുള്ള ചേക്കുട്ടിപ്പാവ ഈ കഥയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പറന്നു കയറുകയാണ്. ഒരു പ്രളയം സമ്മാനിച്ച മുത്തായിരുന്നു ചേക്കുട്ടിപ്പാവ. മറ്റൊരു പ്രളയം ആ മുത്തിനെ കൊണ്ടുപോവുകയും ചെയ്തു. എവിടെയാകും പ്രളയം അതിനെ ഒളിപ്പിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഏറെക്കാലം മറഞ്ഞിരിക്കാൻ അതിന് കഴിയുമോ? ഇനി ബാക്കിയേറണമെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും പറന്ന് പറന്ന് ചേക്കുട്ടിപ്പാവ വായിക്കുമല്ലോ അല്ലേ? ഞാൻ ആഷ്നിക നിങ്ങളോടൊപ്പം. സ്റ്റേ